സ്ഫോടനത്തിന് പിന്നിൽ മദർ ഓഫ് സാത്താൻ, നിർണായക വിവരം പുറത്ത്. ദേശീയ തലസ്ഥാനത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അതീവ അപകടകാരിയായ ട്രൈ അസിറ്റോൺ ട്രൈ പെറോക്സൈഡ് സ്ഫോടക വസ്തു ആയിരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ. സാത്താന്റെ മാതാവ് എന്നതാണ് ഇതറിയപ്പെടുന്നത്. ഡിറ്റോനേറ്റർ ഇല്ലാതെ തന്നെ ചൂടുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന തരം സ്ഫോടക വസ്തുവാണിത്. ഡൽഹി സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് ഇതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനയിലാണ് ഫോറൻസിക് വിദഗ്ധർ. സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് ആയിരിക്കാം ഉപയോഗിച്ചതെന്നായിരുന്നു പോലീസ് നേരത്തെ സംശയിച്ചിരുന്നത്. സ്ഫോടനത്തിനായി ഉപയോഗിച്ച കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന് TATPയുടെ സ്ഫോടനശേഷിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വളരെ പ്രതികരണശേഷിയുള്ള സ്ഫോടക വസ്തുവായാണ് TATPയെ വിദഗ്ധർ കണക്കാക്കുന്നത്. ഘർഷണം, മർദ്ദം, താപനിലയിലെ വർധനവ് എന്നിങ്ങനെ ഭൗതിക പരിസ്ഥിതിയിലെ ഏത് മാറ്റവും സ്ഫോടനത്തിന് കാരണമാകാം. രാസപരമായും താപപരമായും സ്ഥിരതയുള്ളതും ബാഹ്യസ്ഫോടനം ആവശ്യമുള്ളതുമായ അമോണിയം നൈട്രേറ്റിൽ നിന്ന് വ്യത്യസ്തമായി TATPക്ക് ഡിറ്റോനേറ്റർ ആവശ്യമില്ല. നിയമവിരുദ്ധ ബോംബ് നിർമ്മാണത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് TATP സാത്താന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. 2017 ബാഴ്സലോണ ആക്രമണം, 2015 പാരീസ് ആക്രമണം, 2017 മാഞ്ചസ്റ്റർ സ്ഫോടനം, 2016 ബ്രസൽസ് സ്ഫോടനം എന്നിവിടങ്ങളിൽ TATPയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നവർക്ക് തീവ്രവാദ പരിശീലനം ലഭിച്ചിട്ടുള്ളതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. ശക്തമായ ഷോക്ക് വേവുകൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ള സ്ഫോടക വസ്തുവാണ് TATP. ഡൽഹി സ്ഫോടനം നടന്ന സ്ഥലത്തെ നാശനഷ്ടങ്ങളുടെ പാറ്റേണുകൾ TATPയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ഫോടക വസ്തു ചൂടിന് വിധേയമായി പൊട്ടിത്തെറിച്ചതോ വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ വിഘടിച്ചതോ ആകാമെന്നാണ് സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നത്. മറ്റൊരു വലിയ തീവ്രവാദ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നും ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. TATP നിർമ്മിക്കുന്നതിന് ഒന്നിലധികം ചേരുവകൾ ആവശ്യമായതിനാൽ രാസവസ്തുക്കൾ ഒമർ എങ്ങനെ ശേഖരിച്ചുവെന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. ഉമറിന് പുറമേ നിന്ന് പിന്തുണ ലഭിച്ചോ അതോ സ്ഫോടക വസ്തു തയ്യാറാക്കുന്നതിൽ മറ്റുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് മുമ്പുള്ള ഉമറിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനായി ഡിജിറ്റൽ ട്രെയിലുകൾ, യാത്രാരേഖകൾ, ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ എന്നിവ അവലോകനം ചെയ്യുകയാണ് ഡൽഹി പോലീസും കേന്ദ്ര ഏജൻസിയും.